IPLന്റെ 18ാം സീസൺ ആവേശകരമായാണ് പുരോഗമിക്കുന്നത്. കണക്കുകൾ പ്രകാരം ഏറ്റവും ശക്തമായ ടീം കരുത്ത് മുംബൈയുടേതാണെന്ന് പറയാം. ഹാർദിക് പാണ്ഡ്യയെ പോലെ പയറ്റിത്തെളിഞ്ഞ നായകനാണ് മുംബൈയെ നയിക്കുന്നത്. സൂര്യകുമാർ യാദവ്, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നീ സൂപ്പർ താരങ്ങളെല്ലാം ഉപദേശങ്ങളുമായി ഹാർദിക്കിനൊപ്പവുമുണ്ട്. എന്നിട്ടും മുംബൈക്ക് ജയിക്കാൻ അങ്ങോട്ട് സാധിക്കുന്നില്ല. 5 മത്സരത്തിൽ 4ലും മുംബൈ തോറ്റിരിക്കുകയാണ്. 2024 സമാനമാണോ മുംബൈയുടെ പോക്കെന്ന് ചിന്തിക്കേണ്ട ഈ ഘട്ടത്തിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കീഴിൽ മുംബൈ പതറുന്നത് തന്നെയാണെന്ന് പറയാം. ഓൾറൗണ്ട് പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും വിജയത്തിലേക്ക് മുംബൈയെ എത്തിക്കാൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് സാധിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഇത്തവണ കൂടി അവസാന സ്ഥാനത്തേക്ക് പോയാൽ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി തെറിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. മുംബൈ തുടർ തോൽവികൾ വഴങ്ങുമ്പോൾ ടീം ഉടമകളും ഹാർദിക്കിന് എതിരെയായിരിക്കുകയാണ്. ശക്തരായ ടീം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മുംബൈക്ക് ജയിക്കാനാകാത്തത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണം ടീമിലെ ഭിന്നത തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യയെ മുംബൈ നായകനാക്കിയപ്പോൾ തുടങ്ങിയ ഭിന്നത ഇപ്പോഴും തുടരുന്നുണ്ട് എന്നതാണ് വസ്തുത. പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് പറയുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന് വ്യക്തം. സൂര്യകുമാർ യാദവിനെ മുംബൈ ക്യാപ്റ്റനാക്കിയാൽ നിലവിലെ ഭിന്നതകൾക്ക് അവസാനം കാണാനാകും. ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിനുള്ളിൽ പിന്തുണ ലഭിക്കുന്നില്ല. യുവതാരങ്ങൾക്കടക്കം ഹാർദിക്കിനോട് എതിർപ്പുണ്ട്. വിഘ്നേഷ് പുത്തൂർ ഉൾപ്പെടെയുള്ള പ്രതിഭാശാലികളായ യുവതാരങ്ങളെ ഹാർദിക് ഉപയോഗിക്കുന്ന രീതിയോട് എതിർപ്പുണ്ട്. ടീമിനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഹാർദിക്കിന് സാധിക്കുന്നില്ല. ഓൾറൗണ്ടർ എന്ന നിലയിൽ സാധ്യമാകുന്നതെല്ലാം ഹാർദിക് ചെയ്യുന്നുണ്ട്. എന്നാൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല.